അങ്ങനെ നമ്മുടെ പതിവ് ഞായറാഴ്ച അല്ലേ മുമ്പിട്ടറാണി പുട്ടും പയറും ഒരു കാര്യം ചെയ്ത് പുട്ടൊക്കെ റെഡി ആക്കി തന്നപ്പോഴേ ഞാൻ പോയിട്ട് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടായി വന്നിട്ടിരിക്കുന്നത് ബീഫ് അറപ്പത്ത് പരിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ച് വയ്ക്കണം. പുട്ട് റെഡി. ബീഫിലേക്കുള്ള സവാള തക്കാളി, പുട്ടിലേക്കുള്ള പയർ കറി കായുണ്ട്. ഇനി ഒരെണ്ണം മതിക്ക്. നമ്മൾ ബീഫൊക്കെ ഉണ്ട്. അപ്പം 2 ലക്ഷം ബീഫ് കിട്ടും. പയറ് ബീഫ് പപ്പടം കൂടിയിട്ടൊരു മുറിക്കട്ടെ അതിട്ടാണ്. ആ മതി 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 ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പയർ കറി ഇത് കൂട്ടി കഴിച്ചിട്ട് പണിക്ക് പോട്ടെ. അങ്ങനെ നമ്മൾ പണിസ്ഥലത്തെത്തി. അവിടെ അടുക്കളയിൽ കുക്കറ് പൊട്ടിത്തെറിച്ചത് ചോറ് വെച്ചപ്പോൾ പാകം നാശമായി. ചമ്മലും സീലിങ്ങും ഒക്കെ ചോറും പറ്റി ഉണങ്ങി പറ്റി പിടിച്ചിരിക്കുക. 2 ആഴ്ച ആയി കഴിഞ്ഞിട്ട് അവർ കുറച്ച് ദിവസം അതിനോട് പറഞ്ഞു തുടങ്ങിയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഞായറാഴ്ച വന്നതാണ്. അപ്പോൾ കുക്കറിൻ്റെ ചോറ് വയ്ക്കുന്ന ആൾക്കാർക്കും ശ്രദ്ധിക്കുക. ഇതൊന്നും ഉണ്ടാവേണ്ടിരിക്കട്ടെ. ചില ആൾക്കാരില്ലാത്തത് ഭാഗ്യം, അവർക്കൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചിരണ്ടി പെയിൻ്റ് അടിച്ച് കുട്ടപ്പനെ കൊടുക്കണം. ചോറും പറ്റൊക്കെ ഉണങ്ങിയിരിക്കുന്ന നോക്കി വെച്ചാൽ വരുമ്പോഴൊക്കെ. അപ്പോൾ നമ്മൾ പണി തുടങ്ങട്ടെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ചങ്കൾ നമ്മുടെ ചാനൽ സബ് ചെയ്ത് കൂട്ടാക്കുക. ഇത് കണ്ട സീലിങ്ങിലൊക്കെ നോക്കി ചോറ് സീലിങ് മാത്രം ചമ്മരും
എല്ലായിടത്തും ചോറ് തെറിച്ച് ഉണങ്ങി പറ്റി പഠിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ അടുക്കള പെയിൻ്റ് അടിച്ച് കുട്ടപ്പനായി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചിരണ്ടി കമ്പ്ലീറ്റ് ചിരണ്ടി ക്ലീനാക്കി എടുത്ത് എന്നിട്ട് ഈ ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബായ്.